നിങ്ങളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ, ഇത് ആക്ച്വലി നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു വീടാണ്. ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കൺസൾട്ട് ചെയ്യണമെങ്കിലോ ചെയ്തില്ലെങ്കിലോ നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള പ്ലാനിൽ വീട് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ മാർക്കറ്റിൽ നമ്മളൊരു വീട് വയ്ക്കുന്ന റേറ്റ് നിങ്ങൾക്ക് വരത്തില്ല. കാരണം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള പ്ലാനും അതുപോലെ ഒരു കറക്റ്റ് മാനേജ്മെൻറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് തന്നെ നമുക്ക് നല്ല പ്ലാനിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ മഹിക നിങ്ങൾക്കൊരു എക്സാമ്പിളാണ്. മഹിക ആക്ച്വലി 2600 സ്ക്വയർ ഫീറ്റ് വീടാണ്. നമുക്ക് 40 ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഒരു 50 ലക്ഷം 60 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കുന്നവർക്ക് ഒരു 2600 സ്ക്വയർ ഫീറ്റ് വീട് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് നിങ്ങൾ ഒരാളെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഡിസൈൻസും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എൻ്റെ പേര് ആർക്കിടെക്ട് ഷിജാസ്. ഞാൻ ആക്ച്വലി NH Green Architects എന്ന് പറഞ്ഞ ഒരു ഫേമിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആണ്. ആക്ച്വലി ഞങ്ങളുടെ ഫേം സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി. സോ നമുക്ക് ഇപ്പം മെയിൻലി നമുക്ക് ഉള്ള വർക്ക്സ് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി പ്രോജക്ട്സ് ഉണ്ട്. ഞങ്ങളുടെ ഫേം ആക്ച്വലി ബേസ്ഡ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റ് ആണ്. ഞങ്ങൾക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്. സോ നമ്മൾ മഹിക എന്ന പ്രൊജക്റ്റാണ് നമ്മൾ ഇവിടെ ആക്ച്വലി വീഡിയോയിൽ കാണിക്കുന്നത്. സോ ഈ മഹിക പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ NH Green Architectsന്റെ ഒരു ടീമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മളെ വർക്കേഴ്സും അതുപോലെ നമ്മളെ മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി മഹിക എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഞങ്ങളുടെ മാത്രം പ്രൊജക്റ്റ് അല്ല, ഓവറോൾ ടീമിൻ്റെ പ്രൊജക്റ്റാണ്. അത് നമ്മൾ ആക്ച്വലി അത്രയും നല്ല രീതിയിൽ ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിന് നമ്മളൊരു പ്രത്യേകതരമായിട്ടുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് മഹിക എന്നാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ പേര്. ഇത് ആക്ച്വലി നമുക്ക് ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ വെസ്റ്റ് ഡയറക്ഷനാണ്. അതായത് നമ്മൾ ഫ്രണ്ടേജ് ഒരു റോഡ് സൈഡ് വരുന്നുണ്ട്, റോഡിനപ്പുറത്ത് നമുക്കൊരു പാടം ഒരു ആംബിയൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മഹിക നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഡയറക്ഷനിലാണ് നമുക്ക് ഡയറക്റ്റ് സൺസെറ്റ് വരുന്നത്. അപ്പോൾ ആ സൺസെറ്റ് നമുക്ക് ഈവനിങ് ഡയറക്റ്റ് വീട്ടിനകത്തേക്ക് കൊണ്ടുവരാനും ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ആ ഒരു ഡയറക്ഷനിലേക്ക് മെയിൻലി ഫോക്കസ് ചെയ്ത് ഈ വീട് പ്ലാൻ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ കള്ളിക്കാട് എന്ന് പറയുന്ന ഒരു ലൊക്കാലിറ്റിയിലാണ്. അത്യാവശ്യം ഗ്രാമീണം ഭംഗിയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഒരു 8.5 സെൻറ്റിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നേക്കുന്നത്. അപ്പോൾ മെയിൻലി ഇത് ഫേസ് ചെയ്തേക്കുന്ന ഒരു ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രാമീണ പ്രദേശത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഫ്രണ്ടേജ് വന്നേക്കുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ ഡിസൈൻ ഫാക്ടറിയിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ സൈറ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം നമ്മൾ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കറക്റ്റ് പ്ലാനിങ്ങിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്ലൈൻറ്റ് ആക്ച്വലി ഇവിടെ അല്ല വർക്ക് ചെയ്യുന്നത്. ക്ലൈൻറ്റിൻ്റെ പേര് വിഷ്ണു എന്നാണ്. പുള്ളിക്കാരൻ ആക്ച്വലി പൂനെയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഈ വീട് വച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഗ്രാമീണ പ്രദേശത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിൽ പ്ലാൻ ചെയ്ത ഒരു 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് വരുന്ന 2 കോർട്ട്യാർഡ് ഇന്നർ കോർട്ട്യാർഡ് വരുന്ന ഒരു വീടാണ് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ അവർക്കൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അമ്മയ്ക്ക് കുറച്ച് കൃഷി ചെയ്യുന്ന ഒരു ശീലമുള്ളത് കാരണം അങ്ങനത്തെ ഒരു സ്പേസ് കൂടി നമുക്കിതിലേക്ക് കൊണ്ടുവരണമെന്ന് അവർക്കൊരു മെയിൻ ഫാക്ടർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് ബഡ്ജറ്റായിരുന്നു അവരുടെ ഒരു മെയിൻ കൺസ്ട്രെയിൻറ്റ്. നമുക്കൊരു 2600 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് വളരെ കുറച്ച് ചെയ്യണമെന്നുള്ള ഒരു മെയിൻ ഫാക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോഴും മെറ്റീരിയലിൽ യാതൊരു രീതിയിലും പുള്ളിക്കാരന് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു വീട് ടോട്ടൽ കോസ്റ്റ് വന്നേക്കുന്നത് 2600 സ്ക്വയർ ഫീറ്റ്. കൺസ്ട്രക്ഷന് നമുക്ക് ടോട്ടലി വന്നേക്കുന്ന 40 ലക്ഷമാണ്. അതായത് 40 ലാക്സിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ടോട്ടലി തീർത്തേക്കുന്നത്. അതിലൊരു 40% നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തിട്ട് സീലിങ്ങോടും അതുപോലെ നമ്മളെ മേച്ചിലോടും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻറ്റീരിയർ ആൻഡ് ഫർണിച്ചർ ലാൻഡ്സ്കേപ്പൊക്കെ നമുക്ക് പിന്നീട് ഒരു അഡീഷണൽ കോസ്റ്റിലേക്കാണ് വന്നത്. അതും ഒരുപാട് നമ്മൾ ഒരു ഓവർ കോസ്റ്റ് വരാത്ത രീതിയിൽ ഒരു മിനിമലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ മാക്സിമം ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പ് എല്ലാം കൂടി ടോട്ടൽ നമുക്കൊരു 12 ലാക്സ് ബിലോ ആണ് നമുക്ക് ടോട്ടലി ആയിട്ട്. പിന്നെ നമുക്ക് 2 സൈഡ് റീറ്റെയിനിങ് വാൾ വരുന്നുണ്ടായിരുന്നു. അത് നമുക്ക് അഡീഷണൽ കോസ്റ്റിലേക്ക് അതും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ പ്രോപ്പർട്ടി വീട് വയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ റീറ്റെയിനിങ് വാളും മറ്റും നമ്മൾ ചെയ്യും. ഇതാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന പ്ലാൻ. നമുക്ക് ആക്ച്വലി ഡയറക്ഷൻ ഇവിടെ വന്നേക്കുന്നത് ലൈക്ക് ഇവിടെയാണ് നമുക്ക് വെസ്റ്റ് വന്നേക്കുന്നത്. സോ നമ്മളെ നോർത്ത് ഇവിടെയാണ്, നമ്മുടെ സൗത്ത് ഇവിടെ, ഈസ്റ്റ് ഇവിടെ. സോ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന ഇത് ഈ ഒരു ഫേസ് നമ്മൾ ഫോക്കസ് ചെയ്താണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് റോഡ് മെയിൻലി വരുന്നത് നമുക്ക് ലൈക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡയറക്റ്റ് റോഡ് വരുന്നത്. സോ നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ഒരു തുളസിത്തറ അല്ലെങ്കിൽ ഒരു
പൂജാ യൂണിറ്റ് നമുക്ക് ഈ ഫ്രണ്ട് സിറ്റ് ഔട്ട് ഏരിയ, ഇത്രയാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ വരുന്നത്. ഈ സിറ്റ് ഔട്ട് ഏരിയയിൽ നമുക്ക് പ്ലേസ് ചെയ്യുന്നുള്ള മെയിൻ ഫാക്ടറായിരുന്നു. സോ നമ്മൾ ഇവിടെയാണ് നമ്മൾ പൂജാ യൂണിറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ പൂജാ യൂണിറ്റ് നമ്മളൊരു പഴയ കാലത്ത് നിന്ന് കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ഒരു തുളസിത്തറ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വെസ്റ്റ് ഡയറക്ഷൻ ഫേസ് ചെയ്യുന്ന രീതിയിലും ഈസ്റ്റ് ഡയറക്ഷൻ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പ്ലാനിൽ നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ആക്ച്വലി വരുന്ന ഒരു മെയിൻ എന്താ പറയുക, ഈ വീടിന്റെ ഭംഗി എന്ന് പറയുന്നത് ലൈക്ക് ഈ ഫ്രണ്ടേജ് സിറ്റ് ഔട്ട് ഏരിയ ആണ്. സോ ഇതിൽ നമ്മൾ ഒരു നമുക്ക് ടോട്ടലി 2 ഇന്നർ കോർട്ട്യാർഡ്സ് വരുന്നുണ്ട്. അതിൽ ഒരു ഇന്നർ കോർട്ട്യാർഡ് നമ്മൾ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് കാരണം നമ്മൾ ഈ സ്റ്റെപ്പ് വരുന്ന പോർഷൻ, ലൈക്ക് ഈ ഒരു സ്റ്റെപ്പ് വരുന്ന ഇത്രയും ഏരിയാസ്, ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. ഈ സ്റ്റെപ്പ് നമ്മൾ ആക്ച്വലി കാൻഡിലിവർ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് അത് നമ്മുടെ 2 വാട്ടർ ബോഡിയാണ്. ഇത് ആക്ച്വലി ഒരു വാട്ടർ ബോഡിയാണ്. ഈ വാട്ടർ ബോഡിയും ഈ സെക്കൻഡ് വാട്ടർ ബോഡിയും നമ്മൾ ആക്ച്വലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് അതുപോലെ കാൻഡിലിവർ ആയിട്ട് നമ്മൾ സ്ലാബ് വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. തേർഡ് സ്റ്റെപ്പ് നമുക്ക് അതുപോലെ ഇവിടെ വരും. സോ നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണെങ്കിൽ പോലും നമുക്ക് ആക്ച്വലി ഫാമിലി ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിവിങ്ങിനേക്കാളും ഈ ഒരു ഏരിയയിലായിരിക്കും. കാരണം നമുക്ക് ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സൺസെറ്റ് ഫീല് കിട്ടുന്ന ഒരു സ്പേസ് ആണിത്. സോ നാച്ചുറലി കിട്ടുന്ന വെന്റിലേഷനും അതുപോലെ ലാൻഡ്സ്കേപ്പും ഈ വാട്ടർ ബോഡി 2 കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഫിഷസിൻ്റെ ആ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം ഇവിടെ ഈ ക്ലയൻസ് ചിലവഴിക്കുന്നത് മെയിൻലി ഈ ഒരു സ്പേസിലായിരിക്കും. ഇവിടെ നമുക്ക് നേരെ എൻട്രൻസ് വരുന്നത് ലൈക്ക് ഇതാണ് നമ്മുടെ മെയിൻ ഡോർ വരുന്നത്. ആ മെയിൻ ഡോറിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ വിൻഡോസ് ഒക്കെ എടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ്. നമ്മളിത് ആക്ച്വലി ഈ വീട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വിൻഡോസ് എല്ലാം നമ്മൾ വുഡിലാണ് പ്ലാൻ ചെയ്തത്. വുഡിൽ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള കസ്റ്റം ഡിസൈൻസ് ആയിട്ടുള്ള കുറച്ച് വിൻഡോസ് ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. നമ്മളൊരു കളർ ഇതിൽ ആക്ച്വലി ഈ മഹികയിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ആക്ച്വലി കളർ ഭയങ്കര ഇമ്പോർട്ടൻസ്. നമ്മളൊരു 3 കളേഴ്സിനെയാണ് നമ്മൾ മെയിൻലി ഇത് ഫോക്കസ് ചെയ്തത്. ഒരു വൈറ്റ്, ഗ്രേ ആൻഡ് ഒരു ഗ്രീൻ കളർ, ഒലീവ് ഗ്രീൻ, ആ ഒരു ടൈപ്പ് പാറ്റേൺ വരുന്ന ഒരു പേസ്റ്റൽ കളറാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നത്. സോ നമ്മൾ ഈ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ ടൈല് ലേ ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു ഗ്രീൻ ടൈപ്പ് ഓഫ് ടൈല് നമ്മൾ ഈ ഒരു പാത്ത് വേ പോലെ നമ്മൾ ലൈക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ടൈൽസ് എല്ലാം നമ്മൾ മൊറോക്കൻ ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിമെന്റ് ടെക്സ്ചർ വരുന്ന ഒരു ടൈൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. അതും 4x2 ടൈൽസ് ആണ് വരുന്നത്. നമ്മൾ മെയിൻലി 4x2 ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടുത്തെ ഈ ലിവിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവിടെയാണ് നമുക്ക് സീറ്റിങ്സ് വരുന്നത്. മെയിൻ സോഫ നമുക്ക് ഈ ഒരു പോർഷനിലാണ്. ഇത് നമ്മൾ ആക്ച്വലി ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിൽ തന്നെ നമ്മൾ വുഡിൽ തന്നെ ലോക്കലി കാർപ്പൻറ്റേഴ്സിനെ വെച്ച് കസ്റ്റം ചെയ്യിപ്പിച്ച ഫർണിച്ചറാണ്. നമ്മൾ ഈ വീട്ടിലത്തേക്ക് ഒരു ഫർണിച്ചർ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിട്ടില്ല. നമ്മൾ ആക്ച്വലി ഇവിടെ തന്നെ കാർപ്പൻറ്റേഴ്സിനെ വെച്ച് ചെയ്തത് കാരണം നമുക്ക് അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ വർക്ക് തീർക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു സോഫ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ലൈക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫയാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആക്ച്വലി അത് ചെയ്തേക്കുന്നത് വുഡിലായതാണ്. വുഡിൽ അത്യാവശ്യം കോസ്റ്റ് കൂടുതലായിരുന്നു. പ്ലൈവുഡിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണെങ്കിലും പക്ഷേ ഈ വീടിന് നമുക്ക് വുഡിൽ ചെയ്യണമെന്നുള്ള ഒരു മെയിൻ ഫാക്ടർ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഒരു കോൺസെപ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തേക്കുന്നതാണ്. സോ അവിടെ നമുക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഈ ഒരു TV യൂണിറ്റ് നമ്മൾ ലൈക്ക് MDFന്റെ പ്രീലാമിനേറ്റഡ് ബോർഡ് വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം ബഡ്ജറ്റ് നമുക്കൊരു മെയിൻ ഫാക്ടർ ആയിരുന്നു. അപ്പോൾ ഒരുപാട് കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ പ്രീലാമിനേറ്റഡ് ബോർഡിലാണ് നമ്മൾ ഈ ഒരു TV യൂണിറ്റ് ചെയ്തത്. അത് നമ്മൾ കാർപ്പൻറ്റേഴ്സിനെ വെച്ച് നമ്മൾ ഇവിടെ സൈറ്റിൽ വെച്ച് ചെയ്യിപ്പിച്ചാണ്. ഡ്രോയിങ്സും ഡിസൈൻസും നമ്മൾ അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ കൂടെ നിന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. സോ നമുക്ക് ഒരു ബഡ്ജറ്റ് ഓവർ ആവാതിരിക്കാൻ നമുക്ക് മാക്സിമം അവിടെ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് അവിടെ നിന്ന് നമുക്കൊരു സ്റ്റെപ്പ് ഒരു 10 സെൻറ്റിമീറ്റർ ഒരു 4 ഇഞ്ചിൻ്റെ റൈസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഹാളിലേക്ക്, മെയിൻ ഹാൾ നമുക്ക് ഇത്രയും ഏരിയയാണ് വരുന്നത്, ആ ഒരു ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സോ അവിടെ നമ്മളൊരു ഓപ്പൺ ടു സ്കൈ ഏരിയ വരുന്നുണ്ട്. ലൈക്ക് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് വ്യൂ വരുന്ന ഒരു ഏരിയ. സോ ഇത് നമുക്ക് ആക്ച്വലി ഊഞ്ഞാൽ, ഒരു സ്വിങ് അവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. സോ ക്ലൈൻറ്റിന് ഒരു ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ. നമ്മൾ ആ ഊഞ്ഞാൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഓപ്പൺ ടു സ്കൈ അവിടെ പ്രൊവൈഡ് ചെയ്തത്. സോ നമുക്ക് ക്ലൈൻറ്റിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ടോപ്പ് ഫ്ലോറിലാണ് വരുന്നത്, ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. സോ അവർക്ക് ക്ലൈൻറ്റിന് എവിടെ നിന്ന് നോക്കിയാലും വീട്ടിൻ്റെ താഴെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വ്യൂ കിട്ടണം എന്നുള്ളൊരു കൺസിഡറേഷനാണ് നമ്മൾ അത് ചെയ്തത്. സോ നമുക്ക് ഈ ഹോളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോർട്ട്യാർഡ് വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ഇന്നർ കോർട്ട്യാർഡ് ഏരിയ. ഇത് നമ്മൾ ആക്ച്വലി ഒരു
ഒരു ജസ്റ്റ് ഒരു ആംബിയൻസ് എന്ന് പറയാൻ പറ്റില്ല, നാച്ചുറൽ സ്റ്റോൺ വെച്ച് തന്നെ ലൈക്ക് ഒരു റസ്റ്റിക് ഫിനിഷിൽ ചെയ്ത ഒരു കോട്ടയാടാണ്. ആക്ച്വലി നമ്മൾ നാച്ചുറൽ സ്റ്റോണിൻ്റെ ചെറിയ പീസസ് ആണ് നമ്മൾ ഇവിടെ ആക്ച്വലി പേവ്മെന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ സിമെന്റ് ടെക്സ്ചർ വരുന്ന ലൈക്ക് ഒരു പോട്ടും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നത്. ഈ 2 വോൾസ് ആക്ച്വലി നമ്മൾ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ടൈമിൽ തന്നെ അലോക്കേഷനിൽ ലീഫ് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ജസ്റ്റ് ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഇത്ര ഏരിയ നമുക്ക് മെയിൻ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയ ആക്ച്വലി നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലൈക്ക് നമ്മൾ അതും ഫർണിച്ചർ നമ്മൾ ഇവിടെ വെച്ച് ലോക്കലി ചെയ്തതാണ്. GI പൈപ്പിലാണ് നമ്മൾ അതിൻ്റെ മെയിൻ സ്ട്രക്ചേഴ്സ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഞ്ഞിലിൻ്റെ വുഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആക്ച്വലി അതിൻ്റെ ജസ്റ്റ് ടോപ്പ് പേവിങ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ആക്ച്വലി നാച്ചുറൽ ഒരു വുഡിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ ഈ ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുമ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. ഈ ഓപ്പൺ കിച്ചൺ ഡയറക്റ്റ് നമുക്ക് ടോട്ടൽ ഏരിയയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വീട് ആക്ച്വലി ഞാൻ പറഞ്ഞു ഒരു ഓപ്പൺ സ്പേസ്, മഹിക എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്പേസ് ഫീൽഡാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഓപ്പൺ കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്ച്വലി അത് നമ്മൾ ചെയ്തേക്കുന്നത് PU ഫിനിഷ്ഡ് കിച്ചണാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. PU ഫിനിഷ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. എന്നാൽ പോലും നമുക്ക് ഓവർ എക്സ്ട്രാ ഒരു എമൗണ്ടിലേക്ക് പോവാതെ തന്നെ നമ്മൾ മാക്സിമം അത് കൺട്രോൾ ചെയ്തു. നമുക്ക് ഒരു മെയിൻ ഫാക്ടർ ആയിരുന്നു ഓപ്പൺ കിച്ചൺ കുറച്ച് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ PU ഫിനിഷിൽ ഒരു ഗ്രീൻ കോൺസെപ്റ്റിലാണ് നമ്മൾ ആ ഒരു കിച്ചൺ ചെയ്തേക്കുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് ഒരു മെയിൻ വർക്ക് ഏരിയ വരുന്നുണ്ട്. ഈ വർക്ക് ഏരിയ ആക്ച്വലി നമ്മൾ ഒരു മെയിൻലി വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിൽ ഓവറായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ലൈക്ക് ഒരു അത്യാവശ്യം അവർക്ക് വർക്കിംഗ് ചെയ്യാനുള്ള ഒരു മെയിൻ കിച്ചൺ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഷ് കൗണ്ടർ നമ്മൾ ആക്ച്വലി ഒരു സെപ്പറേറ്റ് ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഡൈനിങ്ങിൽ ഇരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് നമ്മളിവിടെ വാഷ് കൗണ്ടർ കൊടുത്തേക്കുന്നത്. അത് നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് ഈ പറഞ്ഞ ക്ലയൻറ്റ് ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു ലൈക്ക് അമ്മയ്ക്ക് കൃഷി ചെയ്യണം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ ഈ ഡൈനിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്പേസിലാണ് നമ്മൾ ഒരു ജസ്റ്റ് ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ഡോർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ആക്ച്വലി ഈ ഒരു വിൻഡോ നമ്മൾ ചെയ്തേക്കുന്നത് സ്ലൈഡിംഗ് ഡോർ നമ്മൾ ചെയ്തേക്കുന്നത് വുഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സോ വുഡിൽ തന്നെ നമ്മൾ ആ ഒരു അലുമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന അതുപോലുള്ള ഒരു പാറ്റേൺ നമ്മൾ വുഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഈ പുറത്ത് വരുന്ന ഇത്രയും ഏരിയ അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തതാണ്. സോ ഇനി അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ ബെഡ്റൂമിലേക്ക് വരാം. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ എൻട്രൻസ് വരുന്നത് ലൈക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നായിരിക്കും എൻട്രൻസ് വരാം. സോ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ വിൻഡോസ് ലൈക്ക് നമ്മുടെ ഇവിടുത്തെ മെയിൻലി ഇവിടുത്തെ ഒരു ഡിസൈൻ ഫാക്ടർ ആയിരുന്ന വിൻഡോസ് നമ്മൾ ചെയ്തേക്കുന്നത് ബെഡ് റെസ്റ്റിനെ ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ വിൻഡോസ് പ്ലേസ് ചെയ്തേക്കുന്നത്. സോ നമ്മൾ ആദ്യമേ ബെഡിൻ്റെ സൈസും മറ്റും കസ്റ്റം സൈസ് നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. സോ അത് കണക്കാക്കി നമ്മൾ വിൻഡോസ് ആദ്യമേ നമ്മളൊരു ഷേപ്പിലാണ് ലൈക്ക് ഒരു ഷേപ്പിൽ നമ്മൾ വിൻഡോസ് പ്ലേസ് ചെയ്യാൻ ചെയ്തത്. ലൈക്ക് ഇതുപോലൊരു സ്പേസ്. അപ്പോൾ നമുക്ക് ബെഡ് റെസ്റ്റ് ഇവിടെ വരുന്നത് കാരണം നമുക്ക് അതിനെ ബാധിക്കത്തൂല. 2 സൈഡിൽ നമുക്ക് സൈഡ് ടേബിൾ ഇടാം. ആ ഒരു ഫാക്ടറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. മെയിൻലി റോമൻ ബ്ലൈൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റോമൻ ബ്ലൈൻസും അല്ല നോർമൽ ക്ലോത്തിങ് കർട്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബെഡ്റൂംസിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് റോമൻ ബ്ലൈൻസ് ആണ്. 2 സൈഡിൽ നമുക്ക് സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഈ ബെഡ് ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ലോക്കൽ കാർപ്പൻറ്റേഴ്സിനെ വെച്ച് നമ്മൾ ഡ്രോയിങ്സ് കൊടുത്ത് കസ്റ്റം ചെയ്യിച്ചതാണ്, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല. സോ നമുക്ക് അതും ബഡ്ജറ്റ് കുറച്ചുകൂടി നമുക്ക് ഒന്ന് സേവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ കയ്യിൽ നമ്മൾ നമ്മുടെ പ്രീലാമിനേറ്റഡ് ബോർഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് നമ്മൾ ബാക്ക് സൈഡ് വാട്ടറിൻ്റെ ഇഷ്യൂസ് വരാതെ നമുക്കിപ്പോൾ ലീക്കേജോ അല്ലെങ്കിൽ അതായത് നമുക്ക് ഈ ബാക്ക് സൈഡിൽ നമ്മൾ പ്രീലാമിനേറ്റഡ് ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാർഡ്രോബിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള പലർക്കും ഡൗട്ട് ഉണ്ട്. സോ നമ്മൾ അവിടെ ബാക്ക് സൈഡ് വാൾസ് ടച്ച് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ മൾട്ടിവുഡിൻ്റെ ബോർഡ് കൊടുത്തിട്ട് പുറമേ വരുന്ന പോർഷൻസിലാണ് നമ്മൾ പ്രീലാമിനേറ്റഡ് ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാം. ടോയ്ലറ്റ് അത്യാവശ്യം സാമാന്യം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ബേസ് ചെയ്താണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പാർട്ടീഷൻ നമുക്ക് വരുന്നുണ്ട്. മൊറോക്കൻ പാറ്റേൺ ടൈൽസും അതുപോലെ ഒരു ഗ്രേ കളർ തീമിലുള്ള ടൈൽസാണ് മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഉണ്ട് താഴത്തെ ഫ്ലോറിൽ. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരാം. സെക്കൻഡ് ബെഡ്റൂമിൽ വരുമ്പോൾ ലൈക്ക് നമുക്ക് ഈ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും കുറച്ചുകൂടി സൈസ് കുറവായിരിക്കും. എന്നാൽ പോലും നമുക്ക് കുഴപ്പമില്ല. നമുക്കൊരു മീഡിയം സൈസ് സ്റ്റാൻഡേർഡ് റൂംസ് ആണ് കൊടുത്തത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ താമസിക്കുന്ന ആക്ച്വലി ക്ലൈൻറ്റ് ഇല്ല, ക്ലൈൻറ്റ് അച്ഛനും അമ്മയും മാത്രമേ ഇവിടെ താമസിക്കുള്ളൂ. സോ നമ്മൾ 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂമിൽ ഈ ബെഡ്റൂംസ് ഗസ്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമാണ്. സോ അവിടെ നമ്മൾ സ്പേസ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ വാർഡ്രോബ് സ്ലൈഡിങ് വാർഡ്രോബ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും നമ്മൾ പ്രീലാമിനേറ്റഡ് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലെ ഫുള്ള് നമ്മൾ മൾട്ടിവുഡ് ബോർഡാണ് കവർ ചെയ്തിരിക്കുന്നത്. സോ ഈ കട്ടിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓവർ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
നമ്മൾ 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബെഡ് വന്നിട്ട് ബെഡിൽ ഹെഡ് റെസ്റ്റും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ഉണ്ട്. അത് നമ്മൾ കാർപ്പൻറ്റർ വെച്ച് ഇവിടെ വെച്ച് സൈറ്റിൽ വെച്ച് ചെയ്തതാണ്. സോ അതിൽ നമുക്ക് ഒരുപാട് ബഡ്ജറ്റ്, ഈ ഫർണിച്ചർ എല്ലാം തന്നെ നമുക്ക് വളരെ ബഡ്ജറ്റ് കുറച്ചാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരു ടോയ്ലറ്റ് വരുന്നത് ഈ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഏകദേശം സെയിം സൈസ് തന്നെയാണ് ഈ ടോയ്ലറ്റ് നമുക്ക് വരുന്നത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ നമ്മൾ സെപ്പറേറ്റ് പാർട്ടീഷൻ കൊടുക്കും. പിന്നെ ഇതിലെ മെയിൻ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റെയർ കേസ് നമ്മൾ ആക്ച്വലി GI വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സോ നമുക്ക് GIയിൽ മെയിൻ ഫ്രെയിം നമ്മൾ ഒരു ഒറ്റ ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമ്മൾ ഹാൻഡ് റെയിൽസ് ആണ് എടുത്ത് പറയേണ്ടത്. ഹാൻഡ് റെയിൽസ് നമ്മൾ വളരെ ബഡ്ജറ്റ് ചുരുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് നമുക്ക് നോർമലി നമ്മൾ TMT ബാർസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ആണ് നമ്മൾ ഇവിടെ ആക്ച്വലി ഹാൻഡ് റെയിൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് വളരെ കുറഞ്ഞ കോസ്റ്റിലാണ് നമ്മൾ ഇവിടുത്തെ ഹാൻഡ് റെയിൽസ്, ലൈക്ക് ഹാൻഡ് റെയിൽസ് നമുക്ക് സ്റ്റെപ്പിൽ മാത്രമല്ല വരുന്നത്, നമുക്ക് ഇവിടെ ഒരു സ്കൈലൈറ്റ് ഏരിയ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ലിവിങ് ഏരിയ നമുക്ക് ഡബിൾ ഫ്ലോർ ഹൈറ്റ് ആണ്. അപ്പോൾ മുകളിൽ ഇവിടെ ഒരു സ്കൈലൈറ്റ് ഏരിയ വരുന്നുണ്ട്. സോ അവിടെ എല്ലാം നമുക്ക് നമ്മുടെ ഹാൻഡ് റെയിൽസ് കൊടുത്തേക്കുന്നത് ഈ പറഞ്ഞ TMT ബാർസ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇനി മുകളിൽ സ്റ്റെയർ കേസ് കയറുമ്പോൾ നമ്മൾ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോ നമ്മൾ ഒരു സർക്കിൾ ടൈപ്പ് വിൻഡോ ആണ് കൊടുത്തേക്കുന്നത്. സോ നമ്മളത് ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത്. കാരണം നമുക്ക് അവിടെ ഫിക്സഡ് ഗ്ലാസ് മതി, കാരണം അത്യാവശ്യം നല്ലൊരു വെന്റിലേഷൻ ഉള്ള ഒരു വീടാണ്. നമ്മൾ അവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളൊരു ഫിക്സഡ് ഗ്ലാസിലെ വിൻഡോസ് വരുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ വുഡൻ പ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ മഹാഗണിയാണ്. സോ നമുക്ക് ആക്ച്വലി ഈ സ്റ്റെയർ കേസ് കയറുമ്പോൾ നമ്മുടെ ഈ TV യൂണിറ്റിന്റെ ഇവിടെ ഒരു ഹാഫ് പാർട്ടീഷൻ വാളുണ്ട്. സോ നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ ലൈക്ക് ഇവിടെ നിന്ന് ഒരു ആൾ നടന്നു പോകുന്നതും ആ ഒരു ഭംഗി നമുക്ക് ആക്ച്വലി ലിവിങ് റൂമിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റും. ലൈക്ക് അവിടെ നിന്ന് ഒരു വിഷ്വലി നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അതേപോലെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലായാൽ പോലും ഇവിടെ ഒരു നമ്മുടെ ഒരു സ്കൈലൈറ്റ് കാണുന്ന രീതിയിലാണ് ഒരു ഹാൻഡ് റെയിൽസ് വരുന്നത്. സോ നമുക്ക് ക്ലയൻസിന് ആക്ച്വലി മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് സെയിം ഇതേ പോയിന്റിലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. സോ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാണാനും സംസാരിക്കാനും പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കും ഇത് വരിക. നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേ പറഞ്ഞ രീതിയിലുള്ള 2 ബെഡ്റൂംസ് ആണ് മുകളിൽ വരുന്നത്. മുകളിൽ നമുക്ക് ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്, 2 ബെഡ്റൂംസ് വരുന്നുണ്ട്, ഒരു ലൈബ്രറി സ്പേസ് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് മുകളിൽ വരുന്നത്. പിന്നെ ബാക്കി ഓപ്പൺ ടെറസ് ഏരിയ ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂം നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ ഒരു എലമെന്റ് ആണ്. ലൈക്ക് നമുക്ക് ഇത് ഈ താഴത്തെ എങ്ങനെയാണോ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്ത് അതേപോലെ തന്നെ മുകളിലും വരുന്നത്. കാരണം നമ്മൾ ഒരു നോർമലി ചെയ്യുന്ന ഒരു ബെഡ്റൂമിനേക്കാളും കുറച്ചുകൂടി ഒരു വെറൈറ്റിയിലാണ് ഈ ബെഡ്റൂം ചെയ്തേക്കുന്നത്. സോ കാരണം നമ്മളെ ഫസ്റ്റ് ഫ്ലോർ മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മുടെ ക്ലൈന്റ് വിഷ്ണു വരുമ്പോൾ താമസിക്കുന്ന ബെഡ്റൂം. സോ നമ്മളത് മെയിൻലി നമ്മളൊരു ട്രോപ്പിക്കൽ സ്റ്റൈല് പ്ലസ് ഒരു മോഡേൺ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അവിടുത്തെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളൊരു ബംഗ്ലാവ് ടൈപ്പ് ഓഫ് ഫർണിച്ചർ പ്ലസ് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് കൂടി കൊണ്ടുവന്നു. അപ്പോൾ അതിൽ ബെഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ലൈക്ക് നമ്മളൊരു 4 തൂണ് കൊടുത്തിട്ടുണ്ട് 4 കോർണറിൽ. അത് നമുക്ക് നെറ്റ് ഇടാൻ കണക്കാക്കിയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഇതും നമ്മൾ കാർപ്പൻറ്റർ വെച്ച് ചെയ്യിപ്പിച്ചാണ്. ഇത് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഓവർ കോസ്റ്റ് വരാത്ത രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോ അവിടെയും നമ്മൾ പ്രീലാമിനേറ്റിൽ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള ഒരു വാർഡ്രോബ്. പിന്നെ ഈ ബെഡ്റൂമിൽ ഏറ്റവും ഒരു ഭംഗിയുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. ഈ ബേ വിൻഡോ ആക്ച്വലി നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ സൈറ്റിൽ നിന്ന് ഒരു വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന ഒരു വിൻഡോ ആണ്. നമുക്ക് ഈ ബേ വിൻഡോയും ഈ ഒരു ട്രഡീഷണൽ പ്ലസ് മോഡേൺ ആയിട്ടുള്ള ഒരു ഫർണിച്ചറിന്റെ ഒരു ഫാക്ടറോട് വന്നപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ബെഡ്റൂം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു റിസോർട്ടിൽ കയറിയ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ. ദെൻ നമുക്ക് അടുത്ത് പോകേണ്ടത് നമ്മുടെ ബാൽക്കണി സ്പേസ് ഏരിയ ആണ്. ബാൽക്കണി എടുത്ത് പറയേണ്ട വേറെ ഫാക്ടർ ഉണ്ട്. നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ താഴത്തെ പ്ലാന്റ്സിന്റെ സ്കൈലൈറ്റും മറ്റും നമുക്ക് ബാൽക്കണി തന്നെ വ്യൂ ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളത് ജസ്റ്റ് നമ്മൾ ഈ ഫ്രണ്ടേജിൽ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈല് നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണി വേണമെന്നുള്ളത് നമ്മുടെ മെയിൻ ഡിസൈൻ ഫാക്ടർ ആയിരുന്നു. നമുക്ക് ഇതിന്റെ എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് നമുക്ക് ഇവിടുത്തെ എലിവേഷൻ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് നമ്മൾ ആക്ച്വലി ഇവിടുത്തെ എലിവേഷൻ പ്ലാൻ ചെയ്തത്. നമ്മളൊരു 2 റൂഫ് അറ്റാച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. നമുക്ക് ഫാമിലി നമ്മുടെ ലിവിങ് ഏരിയ നമുക്ക് ഡബിൾ ഫ്ലോർ ഹൈറ്റ് വേണം. അതുപോലെ ഇവിടെ നമുക്കൊരു സിറ്റ് ഔട്ട് ഏരിയ ഒരു ട്രോപ്പിക്കലിനെ ടച്ച് ചെയ്ത് വേണം. ഇവിടെ ഒരു ബാൽക്കണി വേണം. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒരു റൂഫ് നമ്മൾ ആക്ച്വലി കുറച്ച് ഹൈറ്റ് കുറച്ച്, മറ്റേ റൂഫ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ഈ എലിവേഷൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ്
അത് ആക്ച്വലി നമ്മൾ പറയാനാണെങ്കിൽ നമുക്ക് വിൻഡോസ് ആക്ച്വലി നമ്മളൊരു ഞാൻ പറഞ്ഞതാണ് അത് നമ്മൾ ഒരു ഗ്രീൻ കളറിന് ഒരു ഒലിവ് ഗ്രീൻ ഒരു പേസ്റ്റൽ കളറിന് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി അവിടുത്തെ കളേഴ്സ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ വൈറ്റും ലൈറ്റ് ഗ്രേ. അപ്പോൾ ഈ 3 കളേഴ്സ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു വാൾ വരുന്നുണ്ട്, അതൊരു യെല്ലോയിഷ് കളറാണ് കൊടുത്തേക്കുന്നത്. അത് യെല്ലോയിഷ് കളർ നമ്മൾ കൊടുക്കാൻ കാരണം ലൈക്ക് നമുക്ക് ആ ഒരു സൺസെറ്റ് വരുന്ന ടൈമിൽ നമുക്ക് ഈ യെല്ലോ ലൈറ്റ് നമുക്ക് ആക്ച്വലി റിഫ്ലക്ട് ചെയ്യും, എല്ലാ വാൾസിലേക്കും നമുക്ക് റിഫ്ലക്ട്, അത് പ്രത്യേകതര ഫീലും ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഒരു യെല്ലോ കളർ എന്നുള്ള രീതി. പിന്നെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ക്ലയന്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്ലയന്റ് നമ്മുടെ ആദ്യമേ പറഞ്ഞതാണ് നമ്മുടെ ബഡ്ജറ്റ് ഇത്ര രൂപയാണ്, അതായത് നമുക്ക് ഒരു 4 ബെഡ്റൂം വരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു വീട് വേണം. നമുക്ക് ഇതിൽ മെറ്റീരിയലിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. വുഡ് യൂസ് ചെയ്യണം. പിന്നെ മെറ്റീരിയൽസ് ഇപ്പോൾ ഈവൻ TMT ബാസ് ആയാലും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനം വേണം. സിമെന്റ് ആണെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം നല്ല ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു സിമെന്റ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അൾട്രാടെക് ആണ്. അതുപോലെ ടൈൽസ്, സാനിറ്ററി വെയർ, ഇതെല്ലാം നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് വേണം. സോ നമുക്ക് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു 40 lakhs 2600 സ്ക്വയർ ഫീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് ഉള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. സോ എന്നാൽ പോലും നമ്മൾ ഏകദേശം ഒരു 40 lakhs വേണ്ടി തന്നെ നമ്മൾ ഈ 2600 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നമുക്ക് ഏകദേശം ഒരു 1500-നും 1600-നും ബിറ്റ്വീൻ ആണ് നമുക്ക് ടോട്ടലി ഒരു കോസ്റ്റ് വന്നേക്കുന്നത്. അത് വളരെ ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓവറായിട്ടുള്ള ഒരു നമ്മുടെ പ്ലാൻസോ കാര്യങ്ങളൊന്നും നമ്മൾ പർച്ചേസ് ചെയ്യില്ല. മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും അതുപോലെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് മാക്സിമം അതിലും ഒരു ബഡ്ജറ്റ് ക്ലയന്റിന് സേവ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലുള്ള ബെറ്റർ വീട് നമുക്ക് പുള്ളിക്കാരന് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, പുള്ളിയുടെ ഫാമിലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവർക്ക് ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ ഒരു വീടാണ്. സോ ഇതിന്റെ പ്രൊജക്റ്റിന്റെ മെയിൻ ഫാക്ടർ ഇത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ലൊക്കാലിറ്റിയാണ്. നമുക്ക് കള്ളിക്കാട് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യാർ ഡാമിന് തൊട്ടടുത്ത് വരുന്ന ലൊക്കാലിറ്റിയാണ്. മഹിക എന്നാണ് നമ്മുടെ പ്രൊജക്റ്റിന്റെ പേര്.